പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2 ദിവസം വീഡിയോ ഇടാനും പറ്റിയില്ല. അപ്പോൾ ഞാൻ ലൈബ്രറിയിലൊന്ന് പോയപ്പം ഞാൻ ഒരു പുസ്തകം എടുത്തുകൊണ്ട് വന്നു. അപ്പം 2 പുസ്തകങ്ങൾ എടുത്തു കേട്ടോ. അപ്പം അതിനകത്ത് ഒരു പുസ്തകത്തിന്റെ പേരാണ് ഇക്കിഗായ്. അപ്പം എനിക്കതൊരു ക്യൂരിയോസിറ്റി തോന്നി, ഇതെന്താണ് ഇക്കിഗായ്? എനിക്കറിയാം ഇതൊരു ജാപ്പനീസ് വേർഡാണ്, പക്ഷെ ഇതെന്താണെന്ന് ഞാൻ അധികം മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താണെങ്കിലും ഈ പുസ്തകം നല്ലതായിരിക്കും, അപ്പം എന്തെങ്കിലും അതിനകത്ത് നല്ല കാര്യങ്ങൾ കാണും. അപ്പം അത് എനിക്ക് എൻ്റെ വ്യൂവേഴ്സിന് പറഞ്ഞു തരാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ബുക്ക് ലൈബ്രറിയിൽ നിന്ന് എടുത്തു. അപ്പം ആ ബുക്ക് എഴുതിയിരിക്കുന്ന 2 ഓതേഴ്സ് ഉണ്ട്. ആ ബുക്ക് എഴുതിയിരിക്കുന്നത് ഞാൻ പറയാം. ഹെക്ടർ ഗാർസിയ, ഫ്രാൻസിസ് മിറാലിസ് എന്ന് പറഞ്ഞ 2 റൈറ്റേഴ്സ് ആണ് ഈ ബുക്ക് ഇക്കിഗായ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ജപ്പാൻകാർക്ക് ഭയങ്കര ദീർഘായുസാണെന്നല്ലേ, 100 വയസ്സ് മുകളിൽ ജീവിക്കുന്നവരാണ് ഒട്ടുമിക്കവരും. അപ്പം എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. അപ്പൊ ഇവര് ടോക്കിയോ നഗരത്തിലെ ഒരു ബാറിലിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവര് ചർച്ച ചെയ്തതിന്റെ കൂട്ടത്തിൽ ഇവര് ജപ്പാൻകാരെ കുറിച്ചും ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത ഒരു ബുക്കാണ് ഇക്കിഗായ് എന്ന് പറഞ്ഞൊരു ബുക്ക് അവര് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലേക്ക് ഒരു പദം വന്നു. അത് ആ ജപ്പാനിലുള്ള ആ ബാറിലിരുന്ന ഒരാൾ പറയുന്ന, ഒരു ജാപ്പനീസ് ആയിട്ടുള്ള ഒരാള് സംസാരിച്ചപ്പം അവിടെ നിന്ന് കിട്ടിയ ഒരു പദമായിരുന്നു ഇക്കിഗായ് എന്നൊരു പദം. ഇവർക്ക് മനസ്സിലായില്ല എന്താണ് ഈ ഇക്കിഗായ്. ഇവരെല്ലാം പറയുന്നുണ്ട് ഇക്കിഗായ്, നമ്മൾ നമ്മുടെ ഇക്കിഗായിയെ ഫോളോ ചെയ്യണം, നമ്മൾ ഇക്കിഗായ് കണ്ടെത്തണം എന്നൊക്കെ. അപ്പൊ എന്താണ് ഇത് സംഭവം എന്ന് ഇവർക്ക് മനസ്സിലായില്ല. അങ്ങനെ ഇവര് വിചാരിച്ചു, ഇവര് ആ ബാറിലുള്ള ആളോട് ചോദിച്ചു, ഈ ജപ്പാനില് ഏറ്റവും ദീർഘായുസായിട്ടിരിക്കുന്ന ഗ്രാമവാസികൾ അല്ലെങ്കിൽ ഏത് പ്രദേശത്തുള്ളവരാണെന്ന് ചോദിച്ചപ്പം അവര് പറഞ്ഞു അത് ഒക്കിനാവ എന്ന് പറഞ്ഞൊരു ദ്വീപിലുള്ള കുറച്ച് പേരാണ് ഏറ്റവും അധികം ആയുസ്. പൊതുവെ ജപ്പാൻകാർക്ക് നല്ല ആയുസാണ്. അപ്പൊ ഇവരൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി ഈ ദ്വീപിലേക്ക് ചെല്ലുകയാണ്. ആ ദ്വീപിൽ ചെന്നപ്പം എല്ലാവരും ഇവരെ ആദ്യമായിട്ടാണ് ആ ദ്വീപിൽ ചെല്ലുന്നത്. ആർക്കും ഇവരെ പരിചയമില്ല. എങ്കിൽ പോലും അവര് വളരെ സന്തോഷത്തോടെ വളരെ ആഹ്ലാദത്തോടെയാണ് ഈ 2 വിസിറ്റേഴ്സിനെ എന്റർടൈൻ ചെയ്യുന്നത് അവരുടെ ദ്വീപിലേക്ക്. അത് തന്നെ വളരെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കി എന്നാണ് ഈ റൈറ്റേഴ്സ് പറയുന്നത്. വളരെ ഹാപ്പിയായി അവര് എന്റർടൈൻ ചെയ്യുന്നു, അവർ നന്നായി സൽക്കരിക്കുന്നു. അപ്പം അതിനിടയിൽ അവരോട് ചോദിക്കുകയാണ്, ഈ റൈറ്റേഴ്സ് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഈ ആയുസിന്റെ രഹസ്യം? അപ്പൊ അവര് പറയുകയാണ് ഇക്കിഗായ്. അപ്പോഴും കേട്ടു ഇക്കിഗായ് എന്നുള്ള പദം. അപ്പൊ എന്താണ് അത് സംഭവം, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇക്കിഗായ് എന്ന് ഇവർ ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിനിവേശം, ആ അഭിനിവേശത്തെ തുടർന്ന് എന്ന് വെച്ചാൽ ആ അഭിനിവേശം കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കും എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറയാം, നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ പ്രേരകമായ ഒരു ഘടകം കാണില്ലേ, നമ്മളെ മുന്നോട്ട് ജീവിപ്പിക്കുന്ന എന്തോ ഒന്ന് നമ്മിലുണ്ട്. അത് നമ്മൾ കണ്ടെത്തുക. ചിലരത് കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. അത് കണ്ടെത്തുക. നമ്മൾക്ക് ആഹ്ലാദം തരുന്ന എന്താണ്, നമ്മളെ ആനന്ദപൂരിതരാക്കുന്ന എന്താണ്, അതേപോലെ നമുക്ക് മതിമറന്ന് ജോലി ചെയ്യാൻ കഴിയുന്നത് ഏത് ഏരിയയിലാണ് എന്ന് വെച്ചാൽ ഒഴുക്കോടുകൂടി നമ്മുടെ മനസ്സിനെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് എന്നൊക്കെ നമ്മൾ തന്നെത്താനെ കണ്ടുപിടിച്ച് അതിനെ ഫോളോ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഇക്കിഗായ് എന്നവർ പറഞ്ഞു. അതിനൊപ്പം അവരുടെ ദീർഘായുസിന് വേറെ രഹസ്യങ്ങളുണ്ടത്രേ. ഒരു ആന്റി ഓക്സിഡന്റ്, ചെറുനാരങ്ങ, നമ്മുടെ ചെറുനാരങ്ങ പോലെ ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഒരു പഴമുണ്ട് അവർക്ക്. ആ പഴം എന്നും വെള്ളത്തിൽ പിഴിഞ്ഞ് അവർ കുടിക്കും. അതേപോലെ തന്നെ ഗ്രീൻ ടീ അവരുടെ ഡെയിലി ഉള്ള അവരുടെ റൊട്ടീനാണ്, ഗ്രീൻ ടീ കഴിക്കും. അതേപോലെ ചെറിയ ചെറിയ പ്ലേറ്റുകളിലാണ് അവര് ഫുഡ് സെർവ് ചെയ്യുന്നത്, വലിയ പ്ലേറ്റിലല്ല. നമ്മളെപ്പോലെ വലിയ പ്ലേറ്റിൽ ഒരുപാട് ഫുഡ് എടുത്തിട്ട് ബാക്കി കുറേ വേസ്റ്റ് അങ്ങനെയൊന്നുമല്ല. ഒരു വളരെ ചെറിയ ചെറിയ പ്ലേറ്റിൽ വളരെ കുറച്ച് ഫുഡ്. അപ്പം വയറ് നിറയെ ആഹാരം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ തത്വം തന്നെ. കാര്യം വളരെ ലളിതമായിട്ടുള്ള ആഹാരക്രമവും ജീവിതചര്യകളും ഒക്കെയാണ് അവരുടെ ദീർഘായുസിന്റെ ഒരു രഹസ്യം. പിന്നെ സജീവമായി
എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം ആ ദിവസം മുന്നോട്ട് പോകാൻ. അല്ലാതെ നമ്മൾ എപ്പോഴും ഒരു യാന്ത്രികമായി നമ്മുടെ ജീവിതത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല, അല്ലേ? അതെപ്പോഴും നമ്മുടെ കാര്യത്തിൽ സംഭവിക്കുന്നതല്ലേ. ഇപ്പൊ നമ്മള് ജപ്പാൻകാർ തന്നെയല്ല, നമ്മള് പോലും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ജോലി ചെയ്യാൻ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എപ്പോഴും യാന്ത്രികമായിട്ടായിരിക്കും ആ ജോലി ചെയ്യുന്നത്. അത് നമുക്ക് സന്തോഷമില്ല. നമ്മൾ അത് ആസ്വദിച്ച് ജോലി ചെയ്യണമെന്ന് പറയാറില്ലേ? നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലി നിങ്ങൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ ആ ജോലിയുടെ കാഠിന്യവും കുറയും. നമുക്കത് വളരെ വളരെ വെർത്തായിട്ട് ആ ജോലിയെ അതിന് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ അങ്ങനെയല്ല മിക്കവരും ചെയ്യുന്നത്, അല്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി ആയിരിക്കും കിട്ടുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ ജോലി നമുക്ക് പിന്തുടരുകയും ചെയ്യുകയും വേണം. എന്ന് വെച്ചാൽ നമുക്ക് ആ ജോലി ചെയ്യുകയും വേണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇഷ്ടമില്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ജോലി പോയി ചെയ്യും. എന്നിട്ട് വീട്ടിൽ വരുമ്പോൾ ഉള്ള കുറച്ച് സന്തോഷങ്ങളിൽ മുഴുകി അന്നത്തെ ദിവസം തീരും. വീണ്ടും രാവിലെ എണീക്കുമ്പോൾ തുടങ്ങി നമുക്ക് അയ്യോ ഇനി ജോലിക്ക് പോകണമല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തോടെയാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. അത് ശരിയല്ല എന്നാണ് ഈ ജപ്പാൻകാർ പറയുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന എന്ത് ജോലിയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമോ വളരെ ആസ്വദിച്ച് അതിൽ മുഴുകുകയും ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, കടലിൽ കുളിക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ കടൽ കാണാൻ പോകുന്നു എന്ന് വെച്ചാൽ അവിടെ ചെന്ന് എത്ര മണിക്കൂർ കഴിഞ്ഞാലും നമ്മൾ സമയത്തെക്കുറിച്ച് ഒട്ടും നമ്മൾ ബോധേഡല്ല. എന്തുകൊണ്ട്? അത്ര ഭംഗിയാണെന്ന് കടൽ കാണാനും കടലിൽ കളിക്കാനും കുളിക്കാനും ഒക്കെ നല്ല രസമാണ്. പക്ഷെ തൊട്ടടുത്ത ദിവസം നമുക്ക് മസിൽ പെയിനൊക്കെ വരുമ്പോഴാണ് അയ്യോ എത്ര നേരമാണ് നമ്മൾ വെള്ളത്തിനകത്തായിരുന്നു എന്നുള്ള ചിന്ത നമുക്ക് വരുന്നത്. അതേപോലെ മതിമറന്ന് നമ്മളുടെ ജോലിയെ ഒഴുക്കോടുകൂടി ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇക്കിഗായി നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറയാം. അപ്പൊ നമ്മുടെ ആഹ്ലാദകരമായി നമ്മുടെ ഒരു ജോലി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇക്കിഗായി. അത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. അത് നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം. അത് നല്ലൊരു കാര്യമല്ലേ? ഞാൻ ആലോചിച്ച് നോക്കിയപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യുമ്പോൾ നല്ല കാര്യമല്ലേ. നമ്മൾ അതൊന്നും ചിന്തിക്കാറില്ല. നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ അതൊന്നും ചിന്തിക്കില്ല. നമ്മൾ പഠിച്ചു, നമുക്കൊരു ജോലി കിട്ടി, അത് ചെയ്യുന്നു. അത് കുറെ ഒരു 10 ദിവസം കഴിയും അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അത് യാന്ത്രികമായി പോകുന്നു. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. സാലറി കിട്ടുന്നു, ആ ദിവസം മാത്രം വലിയ സന്തോഷമുണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത മാസം തുടങ്ങി വീണ്ടും എന്നുവെച്ചാൽ ഒട്ടും സന്തോഷമില്ലാതെ നമ്മുടെ ദിവസങ്ങൾ നമ്മൾ തള്ളി നീക്കുന്നു എന്നർത്ഥം. അതോടുകൂടി നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് രോഗങ്ങൾ വരുന്നു. നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കുന്നത്. നമുക്ക് എപ്പോഴും രോഗങ്ങൾ വരുന്നു. അപ്പൊ അവര് രോഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അവര് പറയുന്നത് വേറൊന്നാണ്. ജലം ഒഴുകുന്ന പോലെ വേണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ജന്മത്തിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വേണം അത്രേ നമ്മൾ ജീവിക്കാൻ. എന്ന് പറഞ്ഞാൽ ജലം ഒഴുകുമ്പോൾ ഒരു തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സമൊക്കെ മാറ്റി വെച്ചല്ലേ നമ്മൾ പുഴ ഒഴുകി വരുന്നത്. അങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി വെച്ച് അതിനെയൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് വളരെ പെർഫെക്റ്റ് ആക്കി അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് എന്താണോ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത് അതെല്ലാം നന്നായിട്ട് ചെയ്യുക. അതേപോലെ എല്ലാ ദിവസവും പ്രകൃതിയുമായി കുറച്ച് ഇണങ്ങി ജീവിക്കുക. കുറച്ച് സമയം പ്രകൃതിക്ക് വേണ്ടി നമ്മൾ വെക്കുക. കാര്യം നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അപ്പൊ നമ്മൾ പ്രകൃതിയിൽ വേണ്ട കാറ്റും വെളിച്ചവും മരങ്ങളുടെ ഇടയിലും ഒക്കെ നമ്മൾ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അല്ലാതെ വളരെ ഫ്ലാറ്റ് മോഡൽ ലൈഫ് പോലെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകരുത്. അതുപോലെ നന്നായി ചിരിക്കുക. നമുക്ക് അപരിചിതരെയാണെങ്കിൽ നമ്മൾ സ്ട്രേഞ്ചേഴ്സിനെയാണ് കാണുന്നതെങ്കിൽ നമുക്കൊന്ന് ചിരിക്കാം. ചിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇവിടെ കേരളത്തിൽ പോലും നമ്മളൊരു ലിഫ്റ്റിൽ കയറുകയാണെന്ന് വെച്ചോ, എനിക്ക് അനുഭവം ഉള്ളതാണ്. നമുക്ക് പരിചയമല്ലാത്തവരാണെങ്കിൽ പോലും നമ്മളൊന്ന് സാധാരണ വിഷ് ചെയ്യാൻ പോലും നമ്മൾ മെനക്കെടാറില്ല. നമ്മുടെ മൈൻഡ് പോലും ചെയ്യില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എപ്പോഴും നമ്മൾ മൂഡിയായിട്ടാണ് ഇരിക്കുന്നത്. എപ്പോഴും മുഖത്ത് ഇങ്ങനെ ഒരു ഹാപ്പിനെസ് ഇല്ലാതെ ഇപ്പോഴും ഇങ്ങനെ എന്തോ ഒരു ഫീലിങ്ങിലൂടെ മുഖം വെച്ച്, ഇനി അത് ജാടയ്ക്ക് കാണിക്കുന്നതാണോ എന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ആ ഒരു ക്യാരക്ടറിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. നമ്മൾ അന്യോന്യം നമ്മൾ മനുഷ്യരാണ്. അന്യോന്യം കാണുമ്പോൾ പരിചയം ഇല്ലെങ്കിൽ പോലും നമുക്കൊന്ന് ചിരിക്കാം. അതല്ല ആദ്യം നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കൊന്ന് വിഷ് ചെയ്യാം. രാവിലെ നടക്കാൻ പോകുമ്പോൾ ഒരു പുതിയൊരാളെ കണ്ട് ഹായ് ഗുഡ് മോർണിംഗ് നമുക്കൊന്ന് പറയാം. അതുകൊണ്ട് നമുക്കൊരു കോട്ടവും വരാനില്ല. അങ്ങനെ വേണമെന്നാണ് ജപ്പാൻകാർ പറയുന്നത്. അതൊക്കെയാണ് നമ്മുടെ മനസ്സിന്റെ ഇന്നർ ഹാപ്പിനെസ്സിനുള്ള റീസൺസ്. പക്ഷെ അതൊന്നും നമ്മൾ മനസ്സിനും കൊടുക്കുന്നില്ല, നമ്മുടെ ബ്രെയിനിനും കൊടുക്കുന്നില്ല, ഒന്നുമില്ല. നമ്മൾ എന്തോ വളരെ യാന്ത്രികമായിട്ട് ജീവിച്ചു പോകുന്നു.
അപ്പം അത് വേണം. പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കുക, അതിനനുസരിച്ച് നമ്മളത് ഫോളോ ചെയ്യുക. 80% ഒക്കെ നമ്മൾ ഫുഡ് കഴിക്കാവുള്ളൂ, വയറ് നിറച്ച് ഫുഡ് കഴിക്കരുത്, ഫുഡ് വേസ്റ്റ് ആക്കരുത്, അങ്ങനെയുള്ള തത്വങ്ങൾ. പിന്നെ ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും നമ്മൾ തുടങ്ങുമ്പോൾ ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് വേണം ആ ദിവസം തുടങ്ങാൻ. വളരെ പോസിറ്റീവായിട്ട് വേണം ആ ദിവസത്തിലേക്ക് നമ്മൾ കയറാൻ എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അതേപോലെ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് എപ്പോഴും നമ്മൾ ടെൻഷൻ അടിക്കുന്നവരുണ്ട്. അങ്ങനെ വേണ്ട. പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് എപ്പോഴും വിഷമിക്കുക, റിഗ്രറ്റ് കാണും. ചിലർക്ക് പാസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയല്ലോ എന്ന് ഓർത്ത് ഒരു റിഗ്രറ്റ് കാണും. അപ്പൊ അത് വേണ്ട. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള വിഷമങ്ങൾ ഉണ്ടായിരിക്കാം, അതും മാറ്റിവെക്കുക. ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക. നമ്മൾ എങ്ങനെയാ ലിവിങ് ഇൻ ദ മൊമെന്റ്, ആ മൊമെന്റിൽ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ. അത് തന്നെ. അപ്പം ഇന്നത്തെ വീഡിയോ ഈ ഇക്കിഗായിയെ കുറിച്ച്. അപ്പൊ ഇക്കിഗായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് ഇക്കിഗായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇക്കിഗായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു അഭിനിവേശത്തെ എന്ന് വെച്ചാൽ നമുക്ക് എന്താണോ ഹാപ്പിനെസ് തരുന്നത് ആ ഒരു അഭിനിവേശത്തെ വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇക്കിഗായി. ഓക്കെ, അതാണ് ഇക്കിഗായി എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ മീനിങ്. ഞാൻ ചുരുക്കി മനസ്സിലാക്കിയതിൽ നിന്ന് വെച്ച് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുവാണ്. ഇത് ഒരുപാട് ഇലാബറേറ്റ് ആയിട്ട് പലരും പറയുന്നുണ്ട്, സൈക്കോളജിസ്റ്റുകളൊക്കെ ഇതിന് ഒത്തിരി പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു സൈക്കോളജിസ്റ്റ് ഒന്നും അല്ലാത്തത് കൊണ്ടും, പക്ഷെ എനിക്ക് മനസ്സിലായ സാധാരണ ഒരു റീഡർ, ആ ബുക്ക് വായിക്കുന്ന ഒരു റീഡർ എന്ന നിലയിലും എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇക്കിഗായി ഫോളോ ചെയ്യുക. എല്ലാവർക്കും ജീവിക്കാൻ എന്തെങ്കിലും ഒരു ഘടകം ഉണ്ടാവട്ടെ. വളരെ ബോറായിട്ടുള്ള ലൈഫിലൂടെ ജീവിച്ചു വരുന്നവരാണ് നിങ്ങളെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഹാപ്പിയോടുകൂടി ലൈഫിനെ കാണുക. മുന്നോട്ടുള്ള ലൈഫ് ഓരോ ദിവസവും നമുക്ക് വാല്യുബിൾ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിതം മുന്നേറാൻ എല്ലാവർക്കും കഴിയട്ടെ. ഓക്കെ, ബൈ.